Dear students, ഐസോസെലസ് ട്രയാങ്കിൾ എന്താണെന്നും അവയുടെ ഐസോസെലസ് ട്രയാങ്കിളിലെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും അതിനുശേഷം ഇക്വിലാറ്ററൽ ട്രയാങ്കിളിലെ ആംഗിൾസിൻ്റെ മെഷേഴ്സും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ബൈസെക്ടേഴ്സ് എന്നുള്ള ഭാഗമാണ്. അപ്പോൾ എന്താണ് ബൈസെക്ടർ എന്ന് ചോദിച്ചാൽ, ബൈസെക്ടർ ഓഫ് എൻ ആംഗിൾ ഉണ്ട്, ബൈസെക്ടർ ഓഫ് എ ലൈൻ ഉണ്ട്. Okay, a line dividing a line or an angle into two equal parts is called a bisector. Okay, ഒരു ആംഗിളിനെ രണ്ട് ഈക്വൽ പാർട്സായി ഡിവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ലൈനിനെ രണ്ട് ഈക്വൽ പാർട്സായി ഡിവൈഡ് ചെയ്യുന്ന ഒരു ലൈനിൻ്റെ പേരാണ് ബൈസെക്ടർ. അപ്പോൾ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ അതൊരു ലൈനായിരിക്കും. ആ ലൈൻ എന്ത് ചെയ്യും? ഒരു ലൈനിനെ രണ്ട് ഈക്വൽ പാർട്സ് ആക്കും, അതല്ലെങ്കിൽ ഒരു ആംഗിളിനെ രണ്ട് ഈക്വൽ പാർട്സ് ആക്കും. അത്തരത്തിലുള്ള ലൈന് പറയുന്ന പേരാണ് ബൈസെക്ടർ ഓഫ് ദി ആംഗിൾ ഓർ ബൈസെക്ടർ ഓഫ് ദി ലൈൻ. അപ്പോൾ എങ്ങനെയാണ് ബൈസെക്ടർ ഓഫ് ദി ആംഗിളും ബൈസെക്ടർ ഓഫ് ദി ലൈനൊക്കെ വരയ്ക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? ബൈസെക്ടേഴ്സ് എന്നുള്ള ഭാഗമാണ്. അതിലേറ്റവും ആദ്യം നമ്മൾ പഠിക്കുന്നത് ബൈസെക്ടർ ഓഫ് എൻ ആംഗിൾ. ഓക്കെ, അപ്പോൾ ബൈസെക്ടേഴ്സ് എന്നുള്ള ഹെഡിങ് എഴുതിയതിന് ശേഷം നിങ്ങൾ ഈ ബോക്സിന് നേരെ കാണുന്ന എ ലൈൻ ഡിവൈഡിങ് എ ലൈൻ ഓർ എൻ ആംഗിൾ ഇൻറ്റു ടു ഈക്വൽ പാർട്സ് ഈസ് കോൾഡ് എ ബൈസെക്ടർ എന്ന് എഴുതി വെക്കുക. ആ എഴുതിയതിന് ശേഷമാണ് നമ്മൾ ബൈസെക്ടർ ഓഫ് എൻ ആംഗിൾ എന്നുള്ള ഭാഗം ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഒരു ആംഗിളിൻ്റെ ബൈസെക്ടർ എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളതാണ് ആദ്യം തന്നെ പറയുന്നത്. അതായത് ഒരു ആംഗിളിനെ ടു ഈക്വൽ പാർട്സാക്കി മാറ്റുന്ന ഒരു ലൈൻ എങ്ങനെ വരയ്ക്കും. ഇത് സെറ്റ് സ്ക്വയർ ആണ്. സെറ്റ് സ്ക്വയറിൽ 2-3 ആംഗിൾസ് ഉണ്ട്. ഓക്കെ, അതിൽ ഈ ആംഗിൾ 90 ആണ് നമുക്കറിയാം. ഈ ആംഗിളും വ്യത്യസ്തമാണ്. ഈ ആംഗിൾ 30 ഡിഗ്രിയും ഈ ആംഗിൾ 60 ഡിഗ്രിയുമാണ്. ഓക്കെ, അപ്പോൾ 60 ഡിഗ്രി ആംഗിൾ വരയ്ക്കണമെങ്കിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് ഇവിടുന്ന് രണ്ട് ഭാഗത്തേക്കും വരച്ചാൽ മതി. നൗ വി ഗോട്ട് എ 60 ഡിഗ്രി ആംഗിൾ. ഓക്കെ, അപ്പോൾ 60 ഡിഗ്രി ആംഗിളായി. ഈ 60 ഡിഗ്രി ആംഗിളിൻ്റെ ബൈസെക്ടർ എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ കോമ്പസ് ഈ വെർട്ടെക്സിൽ വെക്കുക. വെർട്ടെക്സിൽ വെച്ചിട്ട് ഈ റേഡിയസിൽ നമുക്കിഷ്ടമുള്ള റേഡിയസ് എടുക്കുക. റേഡിയസ് മീൻസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലെഗ് ആൻഡ് പെൻസിൽ. ഓക്കെ, ഈ കോമ്പസിൻ്റെ ഈ നീഡിൽ പോയിൻറ്റും ഈ പെൻസിലും തമ്മിലുള്ള ഡിസ്റ്റൻസിനാണ് റേഡിയസ് എന്ന് പറയുക. ആ റേഡിയസ് നമ്മളെ ചോയ്സാണ്. നമുക്ക് ഇഷ്ടമുള്ള റേഡിയസ് എടുക്കുക. അത് അളന്ന് നോക്കണമെന്നില്ല. ഈ കോമ്പസ് ഇങ്ങനെ വെച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്താൽ മതി. എന്നിട്ട് എന്ത് ചെയ്യുക? ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കുക. ആർക്ക് വരച്ചിട്ട് രണ്ട് സൈഡ്സിനെയും ഈ ആംഗിളിൻ്റെ രണ്ട് ആംസിനെയും എന്ത് ചെയ്യുക? കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് 2 പോയിൻറ്റ്സ് കിട്ടി ഇവിടെ രണ്ടിടത്തിലും. ആ 2 പോയിൻറ്റിലും വീണ്ടും കോമ്പസ് വെക്കുക. ഈ പോയിൻറ്റിൽ കോമ്പസ് വെക്കുന്നു. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ, അതായത് ഈ 2 ആംസിൻ്റെ ഉള്ളിലായിട്ട് ഏകദേശം നടുവിലായിട്ട് എന്ത് ചെയ്യുക? ഒരു ആർക്ക് വരയ്ക്കുക. എന്നിട്ട് നേരെ ഈ മാർക്കിലേക്ക് എടുത്തു വെക്കുക. നേരത്തെ ഉണ്ടായിരുന്ന ഈ മാർക്കിലേക്ക് എടുത്തു വെക്കുക. എന്നിട്ട് വീണ്ടും ഒരു ആർക്ക് വരയ്ക്കുക. അപ്പോൾ ഈ 2 ആർക്കുകൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ആ ഇൻ്റർസെക്റ്റിംഗ് പോയിൻറ്റിലൂടെ, അതായത് ഈ പോയിൻറ്റിലൂടെ ഈ പോയിൻറ്റിൽ നിന്ന് ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ, ഈ പോയിൻറ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. വരയ്ക്കേണ്ടത് നമുക്കിപ്പോൾ കിട്ടിയ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷനിലൂടെയാണ്. അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വരച്ചിരിക്കുന്ന ലൈനിന് പറയുന്ന പേരാണ് ബൈസെക്ടർ ഓഫ് ദിസ് ആംഗിൾ. ഓക്കെ, ഈ ആംഗിളിൻ്റെ ബൈസെക്ടർ. അപ്പോൾ ഇനി നമുക്കറിയാം ഇത് 60 ഡിഗ്രി മെഷറുള്ള ആംഗിളായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് 30 ഡിഗ്രി ആയിരിക്കും, ഇതും 30 ഡിഗ്രി ആയിരിക്കും. അത് 30 ഡിഗ്രി ആണോ എന്നുള്ളത് നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ പ്രൊട്രാക്ടർ വെച്ചു. എന്നിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ we can see that
ഇറ്റ് ഈസ് എക്സാക്ട്ലി 30. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു 10, 20, 30. ഈ 30യിലൂടെയാണ് ഇത് പാസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ 30 ഡിഗ്രിയായി ബൈസെക്റ്റ് ചെയ്യപ്പെട്ടു. ഇങ്ങനെയാണ് ആംഗിൾ ബൈസെക്ടർ വരയ്ക്കുന്നത്. ഓക്കെ, നൗ യു സ്റ്റഡീഡ് ഹൗ ടു ഡ്രോ ആംഗിൾ ബൈസെക്ടർ. ഏത് ആംഗിൾ തന്നാലും ആംഗിളിൻ്റെ ബൈസെക്ടർ എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത് ഇപ്പം പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കുന്നത് ബൈസെക്ടർ ഓഫ് എ ലൈൻ. ഓക്കെ, ലൈൻ്റെ ബൈസെക്ടറാണ്, അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്നും പറയും. ഓക്കെ, ബൈസെക്ടർ ഓഫ് എ ലൈൻ. ഓക്കെ, ഇവിടെ എന്താണ് ശരിക്കും വരയ്ക്കുന്നത്? പെർപെൻഡിക്കുലർ ബൈസെക്ടറാണ്. പെർപെൻഡിക്കുലർ ബൈസെക്ടർ മനസ്സിലാക്കുക. എന്തില്ല? ആംഗിളിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഇല്ല, ലൈനിന് മാത്രമേ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഒരു ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എങ്ങനെ വരയ്ക്കും? 2 മെത്തേഡ്സ് ഉണ്ട്. ആ 2 മെത്തേഡ്സും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, മെത്തേഡ് 1, എങ്ങനെയാണ് ഒരു ലൈനിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം. ആദ്യം ഒരു 6 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ഒരു ലൈൻ സെഗ്മെൻറ്റ് വരയ്ക്കുന്നു വിചാരിക്കാം. 0യിൽ സ്റ്റാർട്ട് ചെയ്തു, 6ൽ അവസാനിക്കുന്ന രീതിയിൽ വരച്ചു. അപ്പോൾ എ ലൈൻ വിച്ച് ഡിവൈഡ്സ് എ ലൈൻ ഇൻറ്റു 2 ഈക്വൽ പാർട്സ് ഈസ് കോൾഡ് ബൈസെക്ടർ ഓഫ് ദ ലൈൻ എന്നാണ്. അപ്പോൾ ഇത് 6 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ഒരു ലൈൻ സെഗ്മെൻറ്റ് ആയതുകൊണ്ട് അതിൻ്റെ മിഡ് പോയിൻ്റ് എവിടെയാണ് ഉണ്ടാവുക? 3യിലുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ 3 മാർക്ക് ചെയ്തിട്ട് ആ 3യിലൂടെ ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ വരച്ച് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി പെർപെൻഡിക്കുലർ ബൈസെക്ടർ. കാരണം ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3 ആണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടും 3 ആണ്. ഇങ്ങനെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം. പക്ഷേ ഇങ്ങനെ കൃത്യമായി മിഡ് പോയിൻ്റ് മാർക്ക് ചെയ്യാൻ പറ്റാത്ത സന്ദർഭങ്ങളുണ്ടാവും. ആ സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക എന്നുള്ളൊരു വിഷയം ഉദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഏത് സന്ദർഭത്തിലും പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്ന മെത്തേഡാണ് നമ്മൾ പഠിക്കുന്നത്. അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ കോമ്പസ് ഉപയോഗിച്ചുകൊണ്ടാണ് വരയ്ക്കുക. അപ്പോൾ ആദ്യം എന്ത് ചെയ്തു? നമ്മൾ ലൈൻ വരച്ചു. ലൈൻ വരച്ചതിന് ശേഷം ഈ എൻഡിൽ കോമ്പസ് വെക്കുന്നു. കോമ്പസ് വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക? റേഡിയസ് എടുക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ടോട്ടൽ ലെങ്ത്തിൻ്റെ പകുതിയിൽ കൂടുതലായിരിക്കണം റേഡിയസ്. എന്ന് പറഞ്ഞാൽ ഏകദേശം മിഡ് പോയിൻ്റ് ഇവിടെ എവിടെയോ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഏത് ലൈൻ കണ്ടാലും മിഡ് പോയിൻ്റ് ഏകദേശം ഏത് ഭാഗത്താണെന്ന് മനസ്സിലാവും. അതിനേക്കാൾ കുറച്ച് മുന്നോട്ട് പെൻസിൽ വരണം. ആ രീതിയിലാണ് വെക്കേണ്ടത്. അത് ഇനി എൻഡ് വരെ പെൻസിൽ പോകുന്നതിന് കുഴപ്പമില്ല, കുറച്ചും കൂടെ ദൂരോട്ട് പെൻസിൽ പോകുന്നതിന് കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ ആർക്ക് വരയ്ക്കുന്നത് കുറച്ച് ദൂരെ ആയിരിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ, വരയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഏകദേശം മിഡ് പോയിൻ്റ് എവിടെയാണെന്ന് മനസ്സിലാക്കി അതിനേക്കാൾ കുറച്ച് മുന്നോട്ട് പെൻസിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ വരയ്ക്കേണ്ടത്. എന്നിട്ട് ഈ 2 സൈഡിലും ഇവിടെ വരയ്ക്കുക, അതേപോലെ തന്നെ ഈ സൈഡിലും വരയ്ക്കാം. ഓക്കെ, ഈ സൈഡിൽ ഒരുപാട് ഇപ്പുറത്തേക്ക് വരച്ചിട്ട് കാര്യമില്ല. ഈ ലൈൻ്റെ മിഡ് പോയിൻറ്റിന് മേലെ ഇവിടെ ആർക്ക് വരുന്ന രീതിയിൽ, അതേപോലെ ഇതിന് നേരെ താഴെ ഇവിടെ ആർക്ക് വരുന്ന രീതിയിലാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, കാരണം പെർപെൻഡിക്കുലർ ബൈസെക്ടർ അതിലെയാണ് പാസ് ചെയ്യുക. അപ്പോൾ ഇവിടെ വരച്ചു, അതേപോലെ തന്നെ ഈ ഭാഗത്തും വരച്ചു. അതിനുശേഷം ഈ കോമ്പസ് റേഡിയസിലൊന്നും ഒരു മാറ്റവും വരുത്താതെ അടുത്ത എൻഡിലേക്ക് മാറ്റി വെച്ചുകൊണ്ട് അവിടെയും വരയ്ക്കുന്നു. അപ്പോൾ നമുക്ക് 2 പോയിൻറ്റ്സ് കിട്ടി. പോയിൻറ്റ്സ് ഓഫ് ഇൻ്റർസെക്ഷൻ 2 കിട്ടി. ഒന്ന് ഇവിടെയും കിട്ടി, ഒന്ന് ഇവിടെയും കിട്ടി. ഇത് രണ്ടും തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് നമ്മളൊരു ലൈൻ വരച്ചാൽ ദാറ്റ് ലൈൻ ഈസ് കോൾഡ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ഓക്കെ, ഇതാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ദ ഫസ്റ്റ് ഡ്രോൺ ലൈൻ. ആദ്യം വരച്ചിരിക്കുന്ന ലൈൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറാണ് നമ്മളിപ്പോൾ വരച്ചിരിക്കുന്നത്. ഈ ആംഗിൾ 90 ആവുന്നതുകൊണ്ടാണ് ഇതിനെ പെർപെൻഡിക്കുലർ എന്ന് പറയാൻ കാരണം. ദെർഫോർ ദിസ് ഈസ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ഇനി രണ്ടിൻ്റെയും മെഷർ സെയിം ആണോ നമുക്ക് നോക്കാം. അപ്പോൾ അതായത് ആ പെർപെൻഡിക്കുലർ ബൈസെക്ടറിൻ്റെ 2 ഭാഗത്തേക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആണോ നോക്കാം. അങ്ങനെ സെയിം ആകുമ്പോൾ മാത്രമാണ് ഇതിനെ എന്ത് പറയാം? പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയും. ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് സെയിമാണ്. അത് നോക്കാൻ വേണ്ടി നമുക്ക് ഡിവൈഡർ ഉപയോഗിക്കാം. ഓക്കെ, ഡിവൈഡറിൻ്റെ ഒരു എൻഡ് ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടറിൽ വെക്കുന്നു, മറ്റേ എൻഡ് ഈ എൻഡിൽ കൊണ്ടുവെക്കുന്നു. ഓക്കെ, എന്നിട്ട് നേരെ തിരിച്ച് ഇങ്ങനെ ഇങ്ങോട്ട് വെച്ച് നോക്കുക.
അപ്പോൾ വി ക്യാൻ സീ ദാറ്റ് ബോത്ത് ആർ സെയിം. ഓക്കെ, ഈ ലെങ്ത്തും ഈ ലെങ്ത്ത് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും രണ്ടും സെയിം ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെയാണ് ഒരു ലൈനിലുള്ള പെർപെൻഡിക്കുലർ, ഒരു ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്നത്. ഇത് മെത്തേഡ് 1 ആണ്. ഇനി രണ്ടാമത്തെ മെത്തേഡും കൂടെ പരിചയപ്പെടുത്താം. മെത്തേഡ് 2, ഹൗ ടു ഡ്രോ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ഇതൊരു ലൈനാണെങ്കിൽ ഇപ്പം വരച്ച പോലെ തന്നെയാണ് വരയ്ക്കുന്നത്. ഈ എൻഡിൽ കോമ്പസ് വെക്കുന്നു, എന്നിട്ട് ഏകദേശം പകുതിയിലധികം എടുക്കുന്നു. ഇതിപ്പോൾ പകുതി എന്ന് പറഞ്ഞാൽ ഏകദേശം ഇവിടെ എവിടെയെങ്കിലുമാണ് വരിക. അതിനേക്കാൾ അല്പം മേലെയാണ്, കുറച്ച് കൂടുതലാണ് റേഡിയസ് ഉള്ളത്. എന്നിട്ട് ഈ ഭാഗത്ത് വരയ്ക്കുന്നു. ഓക്കെ, എന്നിട്ട് താഴ്ഭാഗത്ത് വരയ്ക്കുന്നില്ല. താഴ്ഭാഗത്ത് വരയ്ക്കാതെ ഈ എൻഡിൽ വെച്ചുകൊണ്ട് വരയ്ക്കുന്നു. ഈ എൻഡിൽ വെച്ചുകൊണ്ട് വരയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കിട്ടി. പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ. ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ റേഡിയസ് മാറ്റുക, കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഓക്കെ, ഇവിടെ വെച്ചുകൊണ്ടാണ് നേരത്തെ വരച്ചത്. ഇങ്ങനെ കിട്ടി. നമുക്ക് കൂട്ടാം അല്ലെങ്കിൽ കുറയ്ക്കാം. ഞാൻ അല്പം കൂട്ടുകയാണ് ചെയ്യുന്നത്. റേഡിയസ് കുറച്ചുകൂടി കൂട്ടിയിട്ട് നേരത്തെ വരച്ച പോലെ തന്നെ ഇവിടെ വരയ്ക്കുന്നു. ഈ എൻഡിലേക്ക് വെച്ചുകൊണ്ട് വരയ്ക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കിട്ടും. ഇവിടെ ഒരു പോയിൻ്റ് കിട്ടി, അതേപോലെ തന്നെ ഇവിടെ ഒരു പോയിൻ്റ് കിട്ടി. ഈ രണ്ട് പോയിൻറ്റ്സും തമ്മിൽ ജോയിൻ ചെയ്തുകൊണ്ട് ഒരു ലൈൻ വരയ്ക്കാം. ഈ രണ്ട് പോയിൻറ്റ്സ് ജോയിൻ ചെയ്തുകൊണ്ട് ലൈൻ വരയ്ക്കാം. പക്ഷെ ഇവിടം വരെ വരച്ചുകൊണ്ട് കാര്യമില്ല. നമുക്ക് തന്നിരിക്കുന്ന ലൈൻ ഇതാണ്. ഈ ലൈനാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്നത്. അപ്പോൾ ഇത് ഈ ലൈനിൽ ചെന്ന് മീറ്റ് ചെയ്യുന്നത് വരെ വരയ്ക്കാം. ഓക്കെ, ഇപ്പോൾ ഈ ആംഗിള് 90 ഡിഗ്രി ആംഗിളായിരിക്കും. ആണോന്നറിയാൻ നമുക്ക് സെറ്റ് സ്ക്വയർ വെച്ച് നോക്കിയാൽ മതി. സെറ്റ് സ്ക്വയർ വെച്ച് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വി ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഈസ് 90 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇപ്പം വരച്ചിരിക്കുന്നത് പെർപെൻഡിക്കുലറാണ്. മാത്രമല്ല ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസും ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസും രണ്ടും എന്തായിരിക്കും? സെയിം ആയിരിക്കും. നമുക്കിവിടെ വെച്ച് നോക്കിയാൽ അറിയാം. ഡിവൈഡർ ഉപയോഗിച്ചുകൊണ്ട് ഈ ഡിസ്റ്റൻസ് എത്രയാണെന്ന് നോക്കുന്നു. എന്നിട്ട് അതിങ്ങനെ തിരിച്ച് ഇങ്ങോട്ട് പിടിച്ച് കഴിഞ്ഞാൽ വി ക്യാൻ സീ ദാറ്റ് ദി ഡിസ്റ്റൻസസ് ആർ സെയിം. ഓക്കെ, രണ്ടും സെയിം ആണെന്ന് മനസ്സിലാവും. അപ്പോൾ ദിസ് ഈസ് ഓൾസോ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. അപ്പോൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ രണ്ട് രീതിയിൽ വരയ്ക്കാമെന്ന് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി. ഒന്ന് ഇങ്ങനെയും മറ്റൊന്ന് ഇങ്ങനെയുമാണ്. ഒരു പേപ്പറിൻ്റെ അവസാനത്തിലാണ് നമ്മൾ ഇതിപ്പോൾ പേപ്പറിൻ്റെ ബോർഡറാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടുന്ന് താഴോട്ട് നമുക്ക് ആർക്ക് വരയ്ക്കാൻ കഴിയില്ല. അങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിൽ നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിക്കാം. ഓക്കെ, താഴത്തോട്ട് വരയ്ക്കാൻ സ്പേസ് ഇല്ലാത്ത സന്ദർഭത്തിലൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. അല്ലാത്ത സമയത്ത് നമുക്കിത് ഉപയോഗിക്കാം. ഇനി ഏത് സന്ദർഭത്തിൽ ഇത് ഉപയോഗിക്കാവുന്നതാണ്, നോ പ്രോബ്ലം. അപ്പോൾ ഈ രണ്ട് രീതിയിൽ നമുക്ക് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാൻ പറ്റും. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. Page 29 questions. First one, draw a line 6.5 centimeters long and draw its perpendicular bisector. 6.5 centimeter length ഉള്ള ഒരു ലൈൻ സെഗ്മെൻറ്റ് വരച്ചതിന് ശേഷം എന്ത് ചെയ്യാം? ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. അപ്പോൾ 6.5 തരുമ്പം ഉള്ള ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ് 6.5 തരാൻ കാരണം? ഇപ്പോൾ 6 ആണ് തന്നതെങ്കിൽ 6ന് നേർ ഹാഫ് എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ 3-ലൊരു പോയിൻ്റ് ഇട്ടിട്ട് അതിലൊരു പെർപെൻഡിക്കുലർ വരച്ച് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ഓക്കെ, 3 ഇപ്പോൾ 6.2 ആണെങ്കിലോ 6.2 ആണെങ്കിൽ അതിന് നേർ പകുതിയാണ് 3.1. 3.1 3 കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പോയിൻ്റ് 1 മില്ലിമീറ്റർ കാണാം. 3ക്ക് ശേഷമുള്ള ഫസ്റ്റ് ലൈൻ അവിടെ പോയിൻ്റ് ഇട്ട് കഴിഞ്ഞാൽ എത്ര? 3.1 ആയി. ഓക്കെ, അപ്പോൾ 6.4 ആണെങ്കിൽ അതിൻ്റെ നേർ പകുതി 3.2 ആണ്. അപ്പോൾ 3.2-ൽ നമുക്ക് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ
അങ്ങനെ മാർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സന്ദർഭമാണ് ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത്. 6.5 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ളൊരു ലൈൻ വരച്ചിട്ട് അതിൻ്റെ നേർ പകുതിയിൽ അതിൻ്റെ മിഡ് പോയിൻറ്റിലൂടെ എന്ത് ചെയ്യാണ്, ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാനാണ് പറയുന്നത്. അപ്പോൾ 6.5ൻ്റെ നേർ പകുതി എത്രയാണെന്ന് ചോദിച്ചാൽ 3.25 ആണ്. 3.25. ഓക്കെ. അപ്പോൾ 3.25 എന്നുള്ളൊരു മെഷർ സ്കെയിൽ നമുക്ക് കാണാൻ കഴിയില്ല. ഒന്നുകിൽ 3.2 കാണാം, അല്ലെങ്കിൽ 3.3 കാണാം. ഒരിക്കലും 3.25 നമുക്ക് കാണാൻ സാധ്യമല്ല. അപ്പോൾ അത്തരം സന്ദർഭത്തിൽ നമുക്ക് നിർബന്ധമായിട്ടും യൂസ് ചെയ്യേണ്ട മെത്തേഡാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്ന മെത്തേഡ്. ഓക്കെ. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ്. പേജ് ഏതാണ്? പേജ് 29. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻസ് പേജ് 29 to 31 ആണ്. 29ാമത്തെ പേജ് മുതൽ 31ാമത്തെ പേജ് വരെയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നു. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡ്രോ എ 6.5 സെൻറ്റിമീറ്റർ ലോങ് ലൈൻ സെഗ്മെൻറ്റ്. അപ്പോൾ നമ്മൾ 6.5 0 സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് 5, 6 and 6.5 എന്ന് പറയുന്നത് എവിടെയാണ്? 6.5 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ഒരു ലൈൻ സെഗ്മെൻറ്റ് വരച്ചു. ഇനി ഇതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. അപ്പോൾ നേരത്തെ എന്താണോ ചെയ്തത് അതേപോലെ തന്നെ ചെയ്യുന്നു. ഈ എൻഡിൽ കോമ്പസ് വെക്കുന്നു. പകുതിയിലധികം എടുത്തുകൊണ്ട് രണ്ട് ഭാഗത്തും ആർക്ക് വരയ്ക്കുന്നു. ഇനി ഒരു ഭാഗത്ത് മാത്രം വരയ്ക്കുന്നതിന് കുഴപ്പമില്ല, ഏത് മെത്തേഡ് വേണം ഉപയോഗിക്കുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ വെച്ച് വരച്ചു, അതേപോലെ തന്നെ ഇവിടെയും വെച്ച് വരച്ചു. നൗ വി ഗോട്ട് 2 points. ആ രണ്ട് പോയിൻറ്റ്സും തമ്മിൽ ജോയിൻ ചെയ്തുകൊണ്ട് വരച്ചു കഴിഞ്ഞാൽ വിൽ ഗെറ്റ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ. അപ്പോൾ ദിസ് ആംഗിൾ വിൽ ബി 90. ഇപ്പോൾ നമുക്ക് 6.5ൻ്റെ ലെങ്ത്തുള്ള ലൈൻ സെഗ്മെൻറ്റിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടി. അപ്പോൾ ദിസ് വിൽ ബി ഹാഫ് ഓഫ് 6.5. അപ്പോൾ 6.5ൻ്റെ പകുതി ആയിരിക്കും. അപ്പോൾ പകുതി കിട്ടാൻ by 2 എന്ന് എഴുതിയാൽ മതി. ദിസ് ഓൾസോ ഈസ് 6.5 by 2 ഈ ലെങ്ത്ത്. ഓക്കെ. 6.5 by 2 മീൻസ് എത്രയാണ്? 3.25 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത് 3.25 സെൻറ്റിമീറ്റർ ആണ്. അത് നമുക്ക് സ്കെയിൽ വെച്ചിട്ട് കറക്റ്റായിട്ട് മെഷർ ചെയ്തിട്ട് എടുക്കാൻ കഴിയില്ല. ഓക്കെ. അതുകൊണ്ടാണ് ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡ്രോ എ സ്ക്വയർ ഈ സൈഡ് 3.7 സെൻറ്റിമീറ്റേഴ്സ് ലോങ്. ഇനി നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്താണ്? ഡ്രോ എ സ്ക്വയർ ഈച്ച് സൈഡ് 3.75 സെൻറ്റിമീറ്റേഴ്സ് ലോങ്. ഒരു സ്ക്വയർ വരയ്ക്കാനാണ്. ആ സ്ക്വയറിൻ്റെ ഓരോ സൈഡിൻ്റെയും ലെങ്ത് എത്രയാണ്? 3.75 സെൻറ്റിമീറ്റേഴ്സ് ആണ്. അപ്പോൾ 3.75 സെൻറ്റിമീറ്റേഴ്സ് ലെങ്ത്തുള്ള എന്ന് പറഞ്ഞാൽ 3.75 ഇതേപോലെ തന്നെ സ്കെയിൽ ഉപയോഗിച്ചിട്ട് അടയാളപ്പെടുത്താൻ പറ്റില്ല. ഒരു സ്ക്വയർ എങ്ങനെ വരയ്ക്കുക എന്നുള്ളത് നിങ്ങൾ നേരത്തെ പഠിച്ച കാര്യമാണ്. 4 സൈഡ്സിൻ്റെ ലെങ്ത്ത് സെയിം ആയിട്ടുള്ള 4 ആംഗിൾസും 90 ഡിഗ്രി ആയിട്ടുള്ള ഒരു 4 സൈഡഡ് ഫിഗർ, ഒരു ക്വാഡ്രിലാറ്ററൽ, അതാണെന്ത്? സ്ക്വയർ. അതെങ്ങനെ വരയ്ക്കുന്നൊക്കെ ഉള്ളത് നിങ്ങൾ നേരത്തെ പഠിച്ചതാണ്. പക്ഷേ ഇവിടെ 3.75 സെൻറ്റിമീറ്ററാണ് ലെങ്ത്ത് പറയുന്നത്. അപ്പോൾ 3.7 എന്നുള്ളത് നമുക്ക് സ്കെയിൽ ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും. ഇവിടെയാണ് 3.5 കഴിഞ്ഞു, 6, 7, ഇതാണ് 3.7. 3.7 കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുക 3.8 ആണ്. ഓക്കെ. അപ്പോൾ 3.75 എന്ന് പറഞ്ഞാൽ 3.7ൻ്റെയും 3.8ൻ്റെയും മിഡിലാണ്. അങ്ങനെ ഒരു പോയിൻ്റ് സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്യാൻ നമുക്ക് കഴിയാത്തതുകൊണ്ട് നമ്മൾ ആംഗിൾ ബൈസെക്ടർ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്ന ഐഡിയ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ 3.75 കിട്ടണമെങ്കിൽ 3.75ൻ്റെ ഡബിൾ ലെങ്ത്തുള്ള ലൈൻ വരച്ചിട്ട് അതിനെ ബൈസെക്ട് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ 3.75ൻ്റെ ഡബിൾ എത്രയാണെന്ന് നോക്കാം. 3.75ൻ്റെ ഡബിൾ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 3.75 × 2 രണ്ടുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ മനസ്സിൽ ചെയ്താലും മതി. ഓക്കെ. ഇവിടെ 10, ഇപ്പോൾ 1, 14 + 1 15, then 1, 6 + 1 7. ഇവിടെ പോയിൻറ്റിന് ശേഷം 2 പ്ലേസസ്, അതുകൊണ്ട് ആൻസറിലും പോയിൻറ്റിന് ശേഷം 2 പ്ലേസസ് വേണം. അപ്പോൾ 7.50. 7.50 എന്ന് പറഞ്ഞാൽ പോയിൻറ്റിന് ശേഷം ഏറ്റവും അവസാനം വരുന്ന സീറോയ്ക്ക് ഒരു വാല്യൂ ഇല്ല, അതുകൊണ്ട് അത് നമ്മൾ പരിഗണിക്കേണ്ടതില്ല. അപ്പോൾ എന്ത് മതി?
7.5 എന്ന് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ 7.5 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു, ഒരു ലൈൻ സെഗ്മെൻറ്റ് വരയ്ക്കുന്നു. 7.5 സെൻറ്റിമീറ്റർ. അപ്പോൾ 0 സ്റ്റാർട്ട് ചെയ്തു ഇങ്ങനെ 7.5 വരെ വരയ്ക്കുന്നു. 7.5 സെൻറ്റിമീറ്റർ. എന്നിട്ട് അതിൻ്റെ ബൈസെക്ടർ വരയ്ക്കുന്നു. പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ഇവിടെ കോമ്പസ് വെച്ച് പകുതിയിലധികം എടുത്തുകൊണ്ട് ഒരു ആർക്ക് വരയ്ക്കുന്നു. ഈ സൈഡിൽ ഒരു ആർക്ക് വരയ്ക്കുന്നു. പിന്നെ അതെടുത്ത് നേരെ ഈ എൻഡിലേക്ക് മാറ്റി വെച്ചു, വരച്ചു. ഓക്കെ. അപ്പോൾ 2 പോയിൻറ്റ്സ് കിട്ടി. ഇത് ജോയിൻ ചെയ്തുകൊണ്ട് നമ്മൾ വരയ്ക്കുന്നു. പെർപെൻഡിക്കുലർ ബൈസെക്ടറായി. അപ്പോൾ 7.5 എന്നുള്ളത് 3.75ൻ്റെ ഡബിളാണ്. ആ ഡബിൾ എടുത്തുകൊണ്ട് നമ്മൾ വരച്ചപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് പകുതിയാണ്. 7.5ൻ്റെ പകുതി, അതായത് അതെത്രയാണ്? 3.75. ഇതും അതേപോലെ തന്നെ 3.75 ആണ്. ഈ ആംഗിൾ 90 ആയിരിക്കും. അപ്പോൾ നമുക്ക് സ്ക്വയറിൻ്റെ ഒരു സൈഡ് ഇവിടെ കിട്ടി 3.75, ഇവിടെ ഒരു ആംഗിളും കിട്ടി. ഇനി ഇവിടെ 3.75, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3.75, ഇവിടെയും 3.75 കിട്ടിക്കഴിഞ്ഞാൽ വിൽ ഗെറ്റ് എ സ്ക്വയർ. ഓക്കെ. അപ്പോൾ അതിനെന്താ ചെയ്യാൻ ചോദിച്ചാൽ 3.75 സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ മെഷർ എടുക്കുന്നു. ഇവിടെ വെച്ചുകൊണ്ട് 3.75 നമ്മൾ കോമ്പസ് ഉപയോഗിച്ചുകൊണ്ട് അളന്നെടുക്കുന്നു. 3.75 എത്രയാണെന്നുള്ളത് നമ്മൾ വരച്ച് കണ്ടുപിടിച്ചു. അത് കോമ്പസ് വെച്ചുകൊണ്ട് അളന്നെടുക്കുന്നു. എന്നിട്ട് അത് ഈ ഭാഗത്തേക്ക് വരയ്ക്കുന്നു. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് 3.75 കിട്ടി. ഇനി ഈ എൻഡിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ വരയ്ക്കുന്നു. ഈ പോയിന്റിൽ, ഇവിടെ നമുക്ക് കിട്ടിയ പോയിൻ്റ് ഉണ്ടല്ലോ, ആ പോയിന്റിൽ വെച്ചുകൊണ്ട് വരയ്ക്കുന്നു. ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കിട്ടി. ഈ പോയിൻറ്റും ഈ പോയിൻറ്റും തമ്മിൽ ജോയിൻ ചെയ്യാം. ഓക്കെ. ഇത് രണ്ടും തമ്മിൽ ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ ഇവിടെ ഈ 2 പോയിൻറ്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇതെല്ലാത്തിൻ്റെ എല്ലാ ആംഗിളും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. മാത്രമല്ല ഈ മെഷർ കോമ്പസിൽ എടുത്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ടൊക്കെ വരച്ചിരിക്കുന്നത് എല്ലാ ഭാഗത്തേക്കും. അപ്പോൾ ഈ എല്ലാ സൈഡ്സും എന്തായിരിക്കും? 3.75 ആയിരിക്കും. അപ്പോൾ എല്ലാ സൈഡ്സും 3.75 ഉള്ള ഒരു സ്ക്വയർ നമുക്കിപ്പോൾ കിട്ടി. ആ ആംഗിൾസ് എല്ലാം 90 ആണോ എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാവുന്നതാണ്. ഇവ ഇങ്ങനെ സെറ്റ് സ്ക്വയർ വെച്ച് നോക്കിയാൽ ദാറ്റ്സ് 90. ഇവിടെ വെച്ചാലും മനസ്സിലാവും 90 ആണെന്ന്. നേരെ തിരിച്ച് ഇങ്ങോട്ട് വെച്ചാലും മനസ്സിലാവും 90 ആണ്. അപ്പോൾ all angles are 90 degree angles and all sides are 3.75 centimeter. Therefore, it is a square of side 3.75. അപ്പോൾ 3.75 ലെങ്ത്ത് നമുക്ക് സ്കെയിൽ വെച്ച് വരയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ചെയ്തത് എന്താണ്? 3.75ൻ്റെ ഡബിളായി ഏതാണെന്ന് കണ്ടെത്തി അത് ആദ്യം വരച്ചു. എന്നിട്ട് അതിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചിട്ട് 3.75 കണ്ടെത്തുകയാണ് ചെയ്തത്. ഇനി ഞാൻ ഇവിടെയാണ് സ്ക്വയർ വരച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടേക്ക് സ്ക്വയർ വരയ്ക്കാം, അല്ലെങ്കിൽ ഇവിടെ താഴെ ഭാഗത്തേക്ക് വരയ്ക്കാം, അല്ലെങ്കിൽ ഈ ഭാഗത്തേക്ക് വരയ്ക്കാം. എവിടെയും വരയ്ക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ആംഗിൾ ബൈസെക്ടറും ബൈസെക്ടർ ഓഫ് ആൻ ആംഗിൾ, പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് എ ലൈൻ സെഗ്മെൻറ്റ്, ഇത് രണ്ടും എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത് നമ്മൾ പഠിച്ചു. അതിനുശേഷം 2 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കി ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു. മീറ്റ് യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.